ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഹെഡ് ബാൻഡ് അല്ലെങ്കിൽ ഹെയർ ബാൻഡ് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈലിൻ്റെ പാർട്ട് 2 ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഓരോ ലെയറായിട്ട് ചുറ്റിക്കാം. ഫസ്റ്റ് ലെയർ ഞാൻ ചുറ്റിച്ചിട്ട് അതിൻ്റെ കൂടെ സെക്കൻഡ് ലെയർ ആഡ് ചെയ്തിട്ട് ചുറ്റിക്കുന്നു. നിങ്ങൾക്ക് എത്ര ലെയർ എടുക്കാൻ പറ്റുമോ അത്രയും ലെയർ നിങ്ങളെ ഹെയറിലെടുത്ത് ചുറ്റിച്ച് കൊണ്ടുപോയിട്ട് ഹെയർ ബാൻഡിൻ്റെ പിറകിലോട്ട് ഒരു ടിക് ടാക് ക്ലിപ്പ് കുത്തിക്കൊടുക്കാം. പിന്നെ ഈ ഹെയർ ബാൻഡ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ വേറെ ഹെയർ ബാൻഡ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ കാണിച്ചു തരുന്നത്. ഏത് തരത്തിലുള്ള ഹെയർ ബാൻഡ് ആയാലും കുഴപ്പമില്ല. നിങ്ങളെ കയ്യിലുള്ള ഹെയർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യുക. സിമ്പിളാണ്, നല്ല ഭംഗിയുമാണ്. പിന്നെ ഞാനൊന്നും അങ്ങനെ ഹെയർ ബാൻഡ് യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യുന്ന പ്രായവുമല്ല, അത് വേറെ കാര്യം. പിന്നെ പ്രായവും ഇപ്പോൾ ആരും നോക്കാറില്ല അല്ലേ. അപ്പോൾ എല്ലാവരും ഒരുപോലെ, എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഇപ്പോൾ മോഡലാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഈ ഹെയർ ബാൻഡ് വെച്ചിട്ട് ഉള്ള അത്ര ഹെയർ സ്റ്റൈലൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ ഇത് മോളുടെ ഹെയർ ബാൻഡ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റുഡൻസിനൊക്കെ യൂസ്ഫുൾ ആവുമെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ഹെയർ സ്റ്റൈൽ. കൊള്ളാം അല്ലേ? ഓക്കെ, നമുക്കിനി സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം. ഞാൻ ഒരുപാട് ഹെയർ സ്റ്റൈൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യൂ ഇനി. പിന്നെ മേക്കപ്പ് മാത്രം പോരല്ലോ. അപ്പോൾ ഒരുപാടായി ഞാൻ അങ്ങനെ മേക്കപ്പൊന്നും ചെയ്യാറില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസേ എടുക്കാറുള്ളൂ. വീഡിയോസിന് വേണ്ടി ഇപ്പോൾ മേക്കപ്പ് അധികം ഇടാറില്ല. ഒന്നാമത് എനിക്ക് മടിയാവുന്നു, പിന്നെ എനിക്ക് സമയവും കിട്ടാറില്ല. കുഞ്ഞിയോടും കളിക്കണ്ടേ. സെക്കൻഡ് ഹെയർ സ്റ്റൈലിൽ ഞാൻ സെൻറ്ററിൽ പാർട്ടീഷൻ എടുത്തിട്ട് ഇയർ ടു ഇയർ സെക്ഷൻ മുടി എടുത്തിട്ട് ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലത്. ഈ ഹെയർ ബാൻഡിനേക്കാളും കുറച്ച് തിന്നാണെങ്കിൽ അതും നല്ലത്. ഞാൻ ഈ ഹെയർ ബാൻഡ് എന്ന് പറയുന്നത് ഇത് ഹെഡ് ബാൻഡ് എന്നാണ് പറയാം കേട്ടോ. ഹെഡ് ബാൻഡ്. പക്ഷെ ഇവിടെ നമ്മൾ കാസർഗോഡുകാർ പറയുന്നത് ഹെയർ ബാൻഡ് എന്നാണ്. എൻ്റെ നാട്ടിൽ ഹെയർ ബാൻഡ് എന്നാണ് പറയുന്നത്. ശരിക്കും ഹെഡ് ബാൻഡ് എന്നാണ് പറയാം. അപ്പോൾ ഇയർ ടു ഇയർ സെക്ഷൻ എടുത്തിട്ടില്ലേ നമ്മൾ. അപ്പോൾ ആ ഇയർ ടു ഇയർ സെക്ഷൻ എടുത്ത രണ്ട് ഭാഗത്തും ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. ഹെയർ ഒരു ഭാഗത്ത് ചുറ്റിച്ചിട്ട് ഞാൻ വായിൽ പിടിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത ഭാഗത്തും ചുറ്റിച്ച് കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ജട പിടിക്കുന്ന ഹെയർ ആയതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു ഹെയർ ബാൻഡ് ഇടുമ്പോൾ തന്നെ പേടിയാവുന്നു എനിക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇവിടെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ബ്ലാക്ക് കുഞ്ഞ് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇട്ട് കൊടുത്തിട്ട് ഇപ്പം ഞാൻ കെട്ടിവെച്ച ഭാഗം ഞാൻ എങ്ങനെയാണ് പുറകിലോട്ട് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ. അതുപോലെ കൊണ്ടുപോവാം. അപ്പോഴും നല്ല ക്യൂട്ടായിരിക്കും ഹെയർ സ്റ്റൈൽ കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? ഇതുപോലെ ഞാൻ പിന്നെ റബ്ബർ ബാൻഡ് ഇട്ടത് കുറച്ച് ലൂസായിപ്പോയി. പുറകിൽ കുറച്ച് ടൈറ്റാക്കിയാൽ മതി. അപ്പോൾ കറക്റ്റ് ആവും കേട്ടോ. ഇതാണ് ഹെയർ ബാൻഡ് കുറച്ച് തിക്കായിപ്പോയി, അതാണ് സംഭവിച്ചത്. കുറച്ച് തിന്നായ ഹെയർ ബാൻഡ് ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ടൈറ്റാക്കുമ്പോൾ ശരിയായി. മുമ്പിലത്തെ മുടിയൊക്കെ ചെറുതായിട്ട് ഇട്ടാൽ നല്ല ക്യൂട്ടായിരിക്കും. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. നമുക്ക് തേർഡ് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഹെയർ ബാൻഡിൻ്റെ മുകളിൽ കൂടെ സെൻറ്ററിലുള്ള ഹെയർ പുറകിലോട്ട് കൊണ്ടുപോയാൽ ചെറിയൊരു പഫ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ഹെഡ് ബാൻഡ് ബ്ലാക്ക് ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ശരിക്കും പഫ് ക്രിയേറ്റ് ചെയ്തപോലെ തന്നെ ഉണ്ടാവും. പഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അറിയാത്തവർക്ക് ഇത് നല്ല യൂസ്ഫുള്ളായിരിക്കും ഇങ്ങനെ ചെയ്യാൻ അല്ലേ. എന്നിട്ട് ഞാൻ ടിക് ടാക് ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഹെഡ് ബാൻഡ് കാണുകയും ചെയ്യും, പഫ് പോലെ ക്രിയേറ്റ് ആവുകയും ചെയ്യും. കൊള്ളാം അല്ലേ? എനിക്കിഷ്ടമായി ഈ ഒരു ഹെയർ സ്റ്റൈൽ. ഓക്കെ, നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈല് സെയിം പിന്നെ ഇപ്പോൾ കെട്ടിയ ഹെയറിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ബാക്കി വരുന്ന ഹെയറിൽ ഇവിടെ അത് പുറകിലോട്ട് കൊണ്ടുപോവാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് ഹെയർ എടുത്തിട്ട് കെട്ടുന്ന സ്റ്റൈലില്ലേ, അതുപോലെ നമുക്ക് ഇതിൽ ട്രൈ ചെയ്യാൻ പറ്റും. ഇതിൽ ഗ്രീൻ ഹെയർ ബാൻഡ് ആയതുകൊണ്ടാണ് പിന്നെ കാണുന്നത്. ബ്ലാക്ക് ആണെങ്കിൽ കാണൂല. ഇത് മാത്രമല്ല, എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ട്
എന്തൊക്കെയോ പോലെയുണ്ട്, അതാണ് സംഭവം. നിങ്ങളെ മുടിക്കൊന്നും അങ്ങനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല തിക്ക് മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഹെയർ ബാൻഡൊക്കെ നല്ലപോലെ കവറാവും. ഇതൊന്നാമത് കട്ട് ഹെയറും ഉണ്ട്, തിക്കും ഇല്ല ഹെയറിന്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് മുകളിലൊരു പോണിറ്റെയിലായിട്ട് കെട്ടുകയും ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഒരു ഫൈനൽ ഹെയർ സ്റ്റൈലായിട്ട് ട്രൈ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഒരു ഹെയർ സ്റ്റൈലിൽ നിന്ന് തന്നെ നമുക്ക് 3 ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയില്ല അല്ലേ. എന്നിട്ട് ഞാനൊരു കുഞ്ഞി ബനാന ക്ലിപ്പ് പോലത്തെ ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്. ടാറ്റാ.